ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീ കത്തുന്ന അനുഭവം. യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ തീ നമ്മുടെ മധ്യത്തിൽ കത്തും. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഭാഗ്യശാലികളാണ്. നാം നിസ്സാരന്മാരാണ്. നമുക്ക് അറിവില്ല, ജ്ഞാനമില്ല. ഓരോ തവണയും കൂടി വരുമ്പോൾ വലിയ വലിയ അറിവുകളും വലിയ വലിയ ജ്ഞാനങ്ങളൊന്നും ഇവിടെ പ്രസംഗിക്കപ്പെടുന്നില്ല. എന്നാൽ അനുഭവ സമ്പത്തുള്ളവരാണ് നാം എല്ലാവരും. അഥവാ എല്ലാവരും അനുഭവ സമ്പത്തുള്ളവരാകണം. ആകെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ ഈ കൂട്ടായ്മയിൽ വരുന്നവർക്ക്. എനിക്ക് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കണം. ഒരു കാരണവശാലും കർത്താവ് ദുഃഖിക്കുന്ന ഒരു പാവം എൻ്റെ ജീവിതത്തിൽ വരരുത്. പാപത്തോട് പ്രാണത്യാഗത്തോളം, പ്രാണൻ പോകേണ്ടി വന്നാലും പാവം എൻ്റെ ജീവിതത്തിൽ വരരുത്. ശരിയാണ്, നാം ബലഹീനരാണ്, നാം പാപികളാണ്, നമ്മിൽ തികഞ്ഞവരാരുമില്ല. എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ആരെഴുന്നേറ്റ് നിന്നാലും കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെക്കാളും ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്ത് നന്മയാണ് പറയാനുള്ളത്? വാസ്തവമായ സത്യം ഒരു നന്മയും പറയാനില്ലെന്നുള്ളതാണ്. എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട്, ഈ ലോകം മായ എന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കുന്ന ദൈവമക്കൾ എത്രയോ പേരുണ്ട്. ഞാൻ 15-ാമത്തെ വയസ്സ് വരെ നിരാശപ്പെട്ട് ജീവിച്ചവനായിരുന്നു. 15 വയസ്സ് വരെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ഒരിക്കലും ജീവിതത്തിൽ ഉയരുമെന്ന് ചിന്തിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു വിവാഹം കഴിക്കാമെന്ന് പോലും ഞാൻ ചിന്തിച്ച മനുഷ്യനല്ല. വേറെ ആർക്കും ആരുടെ വീട്ടിലും കല്യാണം കഴിച്ചു കൊടുക്കും. എന്നാൽ ഒരു പാരമ്പര്യമായി ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഏത് രോഗവും പോലെയല്ല മാനസിക വിഭ്രാന്തി, തലമുറകളായി വരുന്നതാണത്. എൻ്റെ പിതാവ് അതുകൊണ്ടല്ലേ അനാഥയായ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചത്. 7-ാമത്തെ വയസ്സിൽ അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അനാഥയായ സാധുവായ എൻ്റെ അമ്മ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കീറത്തുണി എടുത്തോണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ കേവലം 5-6 കിലോമീറ്റർ ദൂരമുള്ള ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് വന്നിട്ടുണ്ട്. കടുത്ത നിരാശയിലായിപ്പോയ കുടുംബം, ഒരിക്കലും ഉയരുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഈ കുടുംബം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിറഞ്ഞ നന്ദിയോടെയാണ്. നല്ലവനായതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു യോഗ്യത പറയാനുള്ളതുകൊണ്ടല്ല. എന്നാൽ ക്രൂശിലെ സ്നേഹം നമ്മെ തേടി തേടി വന്നു. ഇപ്പോൾ നാം പറഞ്ഞു കേട്ടല്ലോ, ക്രൂശിലെ സ്നേഹം തേടി തേടി വന്നു. യേശുവിൻ്റെ ആ അദൃശ്യമായ കരം നമ്മെ അന്വേഷിച്ച് തേടി തേടി വന്നു. ഒരു സമയം വന്നപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശബ്ദം കേൾക്കാനിടയായി. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുക. എന്താണ് പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്താണ് പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു കൂട്ടായ്മയിൽ നിന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നാം ആരും വഴിതെറ്റിപ്പോകരുത്. പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ എന്നും ശക്തമായി പാപത്തിനെതിരെ പറഞ്ഞിരിക്കും. അധികം ആളുകൾ വരണമെന്നില്ല, അവിടെ മുഖപക്ഷമില്ല, ആരോടും പ്രത്യേക സ്നേഹമില്ല. ആരോടും ആരെങ്കിലും ഇത്തിരി പണമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് ഏറ്റവും മുമ്പിൽ കൊണ്ടിരുത്തുന്നില്ല, ചെയ്യില്ല. ഈ കൂട്ടായ്മയിൽ ഒരിക്കലും ചെയ്യില്ല. അല്ല, ചിലർക്കെല്ലാം പ്രത്യേക ഭക്ഷണം, അങ്ങനെ പ്രത്യേക ഭക്ഷണം കൊടുക്കില്ല. എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ആകർഷിക്കപ്പെട്ട് വിളിച്ച് ചേർത്ത് കൊണ്ടുവന്നവർ. എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ഒരിക്കലും അന്യരായിട്ട് നിങ്ങൾക്ക് തോന്നരുത്, ആർക്കും തോന്നരുത്. എനിക്കറിയാം, ഓരോ തവണയും നാം കൂടി വരുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇവിടെ ഇറങ്ങി വരുന്നു. ഞങ്ങൾ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രിസ്തുവിനെ വിളിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, ബലഹീനരായ, നിസ്സാരരായ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരുണയാൽ അവർ കൂടി വരുന്നു. ആത്മാവുള്ള ദൈവമക്കൾ കൂടി വരുമ്പോൾ അവിടെ തീ കത്തുന്നു. ഭാഗ്യവശാൽ നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ കർത്താവ് കൃപ നൽകുന്ന കൂട്ടത്തിൽ ബലഹീനരായി ഞങ്ങൾക്കും അനുഭവിക്കാൻ കൃപ തരുന്നു.
പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഭാഗ്യശാലികളാണ്. എന്നും നാം കൂടി വരുമ്പോൾ കർത്താവ് പുതിയ പുതിയ സമർപ്പണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നു. നാം അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ കൂട്ടായ്മയിൽ വന്ന് ഒരിക്കലെങ്കിലും കാലുകുത്തിയവർ ആരും ദൈവരാജ്യത്തിൽ നിന്ന് അന്യരായി പോകരുത്. ദൈവരാജ്യം അവർക്ക് കിട്ടിയില്ല എന്ന് നാം പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുത്. ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. എന്നെ വിളിച്ചത് ഒരു കൂട്ടായ്മയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവത്തിൻ്റെ വൃതൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയായി. ഹൃദയം പൊട്ടിത്തകർന്നു. 15-ാമത്തെ വയസ്സിൽ നിരാശപ്പെട്ടവനായി. എന്തിന് ജീവിക്കണമെന്നോർത്ത്, മരിച്ചാൽ മതിയെന്നോർത്ത്. അങ്ങ് മരിച്ചിരുന്നെങ്കിൽ, ആത്മഹത്യ ശ്രമിച്ചിട്ടില്ല ആത്മഹത്യക്ക്. എന്നാൽ 3 പ്രാവശ്യം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതാണല്ലോ. ഒരിക്കലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം പറയുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ വാക്കും എനിക്കറിയാം സ്വർഗത്തിലെ ദൈവം എല്ലാം അവിടെ എഴുതിയെടുക്കുമെന്ന്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കുമെന്ന്. ഞാൻ ദൈവമക്കൾ ഞങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, ആരിലൂടെയെങ്കിലും ഒന്ന് സംസാരിക്കണമേ. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഒരു 2 മാസം മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അതിലൊരു ദൈവദാസൻ പറഞ്ഞു, താങ്കൾ ആ പറഞ്ഞ കാര്യത്തിന് താങ്കൾക്ക് തെറ്റുപറ്റി. അത് താങ്കൾക്കാണ് തെറ്റുപറ്റിയത്, ശക്തമായി പറഞ്ഞു. ഞാൻ ഉടനെ നെടുമ്പാട് വീണു. കാരണം എനിക്കറിയാം ഞാൻ ബലഹീനനാണെന്ന്, ഞാൻ കുറവുള്ളവനാണെന്ന് എനിക്കറിയാം. പ്രകടമായി ഏതെങ്കിലും പാപത്തിലേക്ക് പോയ കാര്യമല്ല നിങ്ങളോട് പറയുന്നത്. മനുഷ്യൻ്റെ ആളത്വം രൂപാന്തരപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. എൻ്റെ കർത്താവേ, അതുകൊണ്ട് ഒരിക്കലും തോന്നുന്നില്ല തികഞ്ഞവനായി എന്ന്. ഇല്ല, അങ്ങനെ തോന്നുകയുമില്ല. ദൈവാത്മാവ് എന്നെല്ലാം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ലക്ഷണം എന്തായിരിക്കും എന്നറിയാമോ? ഞാൻ ഏതുമില്ല എന്ന് തോന്നും. ഞാൻ ഏതുമില്ല എന്ന് തോന്നും. ആരെല്ലാം എന്തെല്ലാം ആരെക്കുറിച്ച് പൊഴുത്തി പറഞ്ഞാലും എപ്പോഴും തോന്നും. നിങ്ങൾ ഓർത്തോളണം, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് ആർക്കും ഉണ്ടാകരുത്. പരിതപിച്ച് പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. കർത്താവ് ഏതുമില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ, അല്പപ്രാണി, അവിടുത്തെ കരുണയുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിറഞ്ഞ നന്ദിയോടെയാണ്. നല്ലവനായതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു യോഗ്യത പറയാനുള്ളതുകൊണ്ടല്ല. എന്നാൽ ക്രൂശിലെ സ്നേഹം നമ്മെ തേടി തേടി വന്നു. യേശുവിൻ്റെ ആ അദൃശ്യമായ കരം നമ്മെ അന്വേഷിച്ച് തേടി തേടി വന്നു. ഒരു സമയം വന്നപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയായി. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുക. എന്താണ് പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. 7 പേരെയും വിളിച്ചു അഭിഷേകം ചെയ്യാൻ, രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ. എന്നാൽ പാവം ദാവീദിനെ വിളിച്ചില്ല. എന്നാൽ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത ശേഷമോ, അഭിഷേകം കിട്ടിയ ശേഷം ചേട്ടന്മാർക്ക് ഭക്ഷണമായിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ വളരെ ക്രുദ്ധിച്ച് പറയുകയാണ്, നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചേ? അതിനു മുമ്പ് അഭിഷേകം കിട്ടിയതാണ്. നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിൻ്റെ പടി ആട് നോക്കലല്ലായിരുന്നോ? അത് 5-6 ആടുള്ളതിനെയും നശിപ്പിക്കും. നീ അതൊക്കെ വിട്ടിട്ട് പോന്നു. തിരുവനന്തപുരം വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. എന്താണ് ഞാൻ പറഞ്ഞത്? അഭിഷേകം കിട്ടി ജീവിതം മുഴുവൻ. എന്താണ് അഭിഷേകം കിട്ടുക എന്ന് പറഞ്ഞാൽ? ജീവിതം മുഴുവൻ ഈ യാഗമായി ക്രിസ്തുവിന് സമർപ്പിക്കുക. എനിക്കിനി ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുക. എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കണം എന്നാണോ? അതെ, ഉള്ളിലാഗ്രഹം ക്രിസ്തുവിന് വേണ്ടി മരിക്കണം എന്നുള്ള കൊതി. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് തരിച്ച് ജീവിക്കേണ്ട കർത്താവേ. എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. അങ്ങനെ വ്യക്തമായിട്ട് മുഴുവനായും ജീവിതം ഒരു വ്യക്തിയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സ്വന്തം ഇഷ്ടമില്ലാതെ, സ്വന്തം താല്പര്യമില്ലാതെ, സ്വന്തം ആഗ്രഹങ്ങളെല്ലാം താളടിയാക്കി മുഴുവനും ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നു. അപ്പോഴാണ് അഭിഷേകം കിട്ടുന്നത്. ഞാൻ എൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നേ.
സാധുവായി ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അനേകർ എന്നെ വിട്ടുപോയി. ആരോരും തുണയില്ലാത്തവനായി തീർന്നു. ഒരു ദിവസം ആ കാലങ്ങളിൽ ഒരു അതിശയോക്തിയും പറയാണ്ടിരുന്നാൽ ഒരു 300 കോളെങ്കിലും വരുമായിരുന്നു. ഫോൺ ശബ്ദിക്കുന്നില്ല, ഒരു മെസ്സേജ് പോലും ആരും വിളിക്കുന്നില്ല, മെസ്സേജ് പോലും അയക്കുന്നില്ല. കരഞ്ഞു നടന്ന കാലങ്ങൾ. ഈ റോഡിലൂടെ ഞാൻ ഉറക്കെ കരഞ്ഞു നടന്നിട്ടുണ്ട്. അന്ന് കോവിഡിൻ്റെ സമയത്ത് 8 മണിയാകുമ്പോൾ എല്ലാം അടച്ചു പൂട്ടും. ആരുമില്ല, ആരോരുമില്ല. എൻ്റെ ഭാര്യ ഉറങ്ങിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ ഈ റോട്ടിൽ കൂടെ ഇറങ്ങി ഉറക്കെ കരഞ്ഞുകൊണ്ട് നടക്കും. ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ എന്നെല്ലാം കരഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം യേശു എൻ്റെ അരിയിലേക്ക് ഓടി വന്നിട്ടുണ്ട്. ഹാഗാറിൻ്റെ കണ്ണുനീര് കണ്ട ജീവനുള്ള ദൈവം. യാക്കോബ് പേടിച്ച് ഏശാവിനെ പിടിച്ച് ഓടുകയാണ്. എന്നാൽ മടുത്തു ഓടി ഓടി കല്ല് തലേണിയായി വെക്കുക. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വരുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ചില പരിപരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. എങ്ങനെയാ ഓർക്കണേ, എങ്ങനെയാ ഒരു സമാധാനത്തോടെ ജീവിക്കണേ. 24-ാമത്തെ വയസ്സിൽ 4 കൊല്ലം മുമ്പ് പോയതാണ് മോൻ. എന്നാൽ ഏതാനും ദിവസങ്ങൾ 10-15 ദിവസം കഴിയുമ്പോൾ, അല്ലേ 11-ാമത്തെ ദിവസം, അല്ലേ ഡെഡ് ബോഡി, എത്രാമത്തെ ദിവസം? 12-ാമത്തെ ദിവസം ഞാനും കൂടെ കൂടിയാണ് ബോഡി സ്വീകരിക്കാൻ പോയത്. എങ്ങനെ സഹിക്കാൻ പറ്റും? കാരണം അവർക്കറിയാം അവരൊരു ദിവസം ആ മകനെ അക്കരെ നാട്ടിൽ പോയി കാണുമെന്ന്. രാജാതിരാജനായി ക്രിസ്തുവിൻ്റെ നാട്ടിൽ ഒരു ദിവസം നാം ചെന്ന് ചേരും. എന്തൊരു പ്രത്യാശയാണ് പ്രിയപ്പെട്ട ദൈവജനമേ. ഞാൻ പറഞ്ഞു തന്നത്, എന്തെല്ലാം അത്ഭുതങ്ങൾ നാം കണ്ടു. ഇന്ന് ദൈവദാസൻ പറഞ്ഞപ്പോഴാണ് ഞാനും പെട്ടെന്ന് ഓർത്തത്, എന്തെല്ലാം അത്ഭുതങ്ങൾ. ആരുടെ യോഗ്യത കൊണ്ടാണ്? ആരുടെ മേന്മ കൊണ്ടാണ്? നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവനുള്ള ക്രിസ്തു ഇവിടെ ഇറങ്ങി വരുന്നു. ഞാൻ 18 ദിവസം ഭക്ഷണം കഴിച്ചില്ല, അൾസർ കാരണം. അൾസർ ബാധിച്ചു. 18 ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല 2020. സിവിയർ അൾസർ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ ഡോക്ടറെ കണ്ടു, ഹോമിയോ ഡോക്ടറെ കണ്ടു, അടിമാലി പോയൊരു വൈദ്യനെ കണ്ടു. എള്ളുകഞ്ഞി കുടിച്ചുകൊണ്ട് അങ്ങ് പല രാജ്യങ്ങളിലും പോയി എള്ളുകഞ്ഞിയുടെ പാത്രമായിട്ട് എള്ള് മാത്രമേ കഴിക്കാവുള്ളൂ, 3 നേരം എള്ള്. എങ്ങനെയെങ്കിലും മാറണമെന്ന് വിചാരിച്ചാൽ പല വൈദ്യന്മാരാൽ ചികിത്സിച്ചു, മടുത്തു. ഞാനൊട്ട് പ്രാർത്ഥിച്ചുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും ഏതെങ്കിലും ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്നേരം മുട്ടുമ്പോൾ ഇരിക്കണം, അന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവരല്ലോ. എല്ലാവരും ഇവിടെ ആരും എഴുന്നേറ്റ് നിന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. നിങ്ങൾ ആവശ്യക്കാരായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നല്ല ഉറക്ക സത്യം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവം. അങ്ങനെ ഒരു കാര്യം പോലും എൻ്റെ ഉള്ളിലില്ല. മടുത്തു, ഞാൻ ഉപേക്ഷിച്ചായിരുന്നു, ഇനി ഒന്നും ചെയ്യണില്ല എന്നോർത്ത്. 4-5 കോഴ്സ് ആ കാലങ്ങളിൽ തന്നെ കഴിച്ചു. 2020 മെഡിസിൻ, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, മാറുന്നില്ല. ഏതോ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. എല്ലാം കത്തിപ്പോയി. നിങ്ങളിത് വിശ്വസിക്കണം. യേശുവിനെ തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ആ തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളയാത്ത ക്രൂശിലെ സ്നേഹം, അതാണ് നാം ചിന്തിച്ചു വരുന്നത്. സ്നേഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരെഴുന്നേറ്റ് നിന്നാലും പ്രാർത്ഥിക്കണം. അങ്ങനെ അതൊരു ശീലമായി മാറണം. അപ്പോസ്തലനായ പൗലോസ് എത്ര ഉന്നത നിലവാരത്തിലുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. സ്തുതിക്കണം, ജൽപ്പനങ്ങളല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും, 365 ദിവസവും 24 മണിക്കൂറും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. അടുത്ത വാക്കാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം, സകല വിശുദ്ധന്മാർക്കും. പിന്നെ അപ്പോസ്തലൻ പറയാ, ഇത്രേ ഉന്നതനായ വ്യക്തി നടന്നു പോകുമ്പോൾ വല്ല നിഴലടിച്ചാൽ രോഗികൾ ചാടി എഴുന്നേക്കും. അദ്ദേഹം പറയാണ്, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വചനം പറയുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ആരെങ്കിലും സാക്ഷ്യം പറയാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം കായികാധ്വാനമാണോ?
ചുമ്മാ ഇങ്ങനെ വന്ന് ഇരിക്കരുത്. പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ മനുഷ്യൻ്റെ മേൽ കർത്താവേ അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. തിരുരക്തം ഈ ഇദ്ദേഹത്തിൻ്റെ നാവിൽ തൊടുവിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ ഇടവരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇദ്ദേഹത്തിൻ്റെ നാവിലൂടെ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കാൻ അവിടുന്ന് ഭാഗ്യം നൽകണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആരെല്ലാം പ്രാർത്ഥിച്ചു നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും പൗലോസ് അപ്പോസ്തലൻ എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. തൊട്ടടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കേണ്ടതിന് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും. ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവദാസി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വായി തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടതിനും. പിന്നെ എന്താണ്? ഞാൻ അറിയിക്കും വേണ്ടും പോലെ, അല്ലേ? ഉറക്കെ വായിച്ചു. ഞാൻ സംസാരിക്കേണ്ടും വേണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. കേട്ടോ, അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളുടെ മേന്മയാണോ? ആണോ? അല്ല എന്നാ പറഞ്ഞത്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതുപോലെ ആത്മാവിൻ്റെ തീ വരുന്നു. അത് അയാളുടെ ഗെയിമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ തീർന്നു. എല്ലാം കൃപയാണ്, ദൈവത്തിൻ്റെ അത്യത്ഭുത കൃപ, ദൈവത്തിൻ്റെ കരുണ. പറയാൻ നേരമില്ല. ഞാൻ എന്തു പറയാം, ഒരു വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 57-ഉം 58-ഉം വാക്യങ്ങൾ. ദൂരവേ അനുഗമിക്കുന്ന സ്വഭാവം. പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ വീഴ്ചയുടെ 7 പടികൾ. അതാണ് നാം കുറച്ച് ദിവസമായിട്ട് ചിന്തിച്ചു വരുന്നത്. പത്രോസ് അപ്പോസ്തലൻ എന്തൊരു വീരവാദം മുഴുക്കിയ ആളായിരുന്നു. കർത്താവ് ശിഷ്യന്മാരെല്ലാം കൂട്ടി നിർത്തി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്നെല്ലാം പറഞ്ഞ് പ്രബോധനം കൊടുത്തു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന്. എത്ര പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു. എന്നാൽ ആ പത്രോസ് ലീഹ തള്ളിപ്പറയേണ്ടി വന്നു. ജീവിതത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന് വന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിയണം. നാം എല്ലാം വിട്ടുപോയിരിക്കും. ഒരിക്കൽ ചിന്തിച്ചില്ലേ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2020 ഇനി ആത്മീയമൊന്നും വേണ്ട, ഇനി സൗകര്യമായി, ഇനി കൂട്ടായ്മയൊന്നും വേണ്ട. ഇത്രയും വലിയ കൂട്ടായ്മ എല്ലാം കുഴപ്പത്തിലായെങ്കിൽ ഇനി കൂട്ടായ്മയൊന്നും വേണ്ട എന്ന് ചിന്തിച്ച് നാം എത്രയോ പേരുണ്ട്. പഴയ പടകം വലയും എടുത്തുകൊണ്ട് പത്രോസിക പോയതുപോലെ പോയവർ എത്രയോ പേരുണ്ട്. അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, പത്രോസ് എന്തുകൊണ്ടാണ് തള്ളിപ്പറയാൻ ഇട വന്നത്? എന്തുകൊണ്ടാണ് പടകും വലയും എടുത്തുകൊണ്ട് വീണ്ടും പഴയ തൊഴിലിലേക്ക്, പഴയ പാപത്തിലേക്ക് പോകാൻ ഇട വന്നത്? പഴയ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന പാപം എന്നല്ല പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇടവരുത്തരുത്. ദൂരവേ അനുഗമിക്കുന്ന പത്രോസ് ലീഹ. അതാണ് വായിച്ചു കേൾക്കുന്നത്. വായിക്കാം. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ച് കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. അപ്പോൾ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു, അകത്തു കടന്നു, സേവകന്മാരോടുകൂടിയിരുന്നു. എന്താണ് പറഞ്ഞത്? ദൂരവേ അനുഗമിക്കുന്ന പത്രോസ് ലീഹ. എന്താണ് ദൂരവേ അനുഗമിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ? ദൂരം വിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളോട് പറയാം, ഞാൻ വിദ്യാർത്ഥികളോട് പറയാം, സ്കൂളിൽ ചെല്ലുമ്പോഴും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ഞാനൊരു കൂട്ടായ്മക്കാരനാണെന്നും ഞാൻ ജീവിതം ക്രിസ്തുവിന് കൊടുത്ത ആളാണെന്നും ചെല്ലുന്ന അന്ന് തന്നെ പറയുകയാണെങ്കിൽ, സ്കൂൾ തുറന്ന് ചെല്ലുന്ന അന്ന് തന്നെ പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് പറയണമെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് ദൂരവേ അനുഭവിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു ക്രിസ്തു ഭക്തനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഈ കൂട്ടായ്മയിലൊരു അംഗമാണ് എന്ന് പറയാനുള്ള ആ ധൈര്യം എന്തുകൊണ്ട് വരുന്നു? എനിക്ക് ക്രിസ്തുവിനോട് ജീവിച്ചാൽ മതി, അങ്ങനെ എൻ്റെ അഡ്രസ്സ് അറിഞ്ഞാൽ മതി, അങ്ങനെ ആളുകൾ അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നാം ദൂരവേ അനുഗമിച്ചു പോകും. ദൂരവേ അനുഗമിക്കുന്ന രീതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദൂരവേ അനുഗമിക്കാനിട വരരുത്. ഏത് രംഗത്ത് ചെന്നാലും, കല്യാണ വീട്ടിൽ ചെല്ലുവാണോ, അല്ല ആരെങ്കിലും ഒരു മിസ്ഡ് കോൾ അയക്കുവാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുവാണോ, അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുവാണോ, വേർപാട് പാലിച്ച് നിൽക്കുന്നു. ഞാനൊരു വ്യതിരിക്ത വ്യക്തിത്വമായി നിൽക്കുന്നു. ഞാനെൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തവനാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ, എൻ്റെ കർത്താവ് ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുതെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ നിൽക്കുന്നതാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നാം ദൂരവേ അനുഗമിച്ചു പോകും. ദൂരവേ അനുഗമിച്ചാൽ എന്ത് സംഭവിക്കും? സമയം വരുമ്പോൾ തള്ളിപ്പറയും.
സമയം വരുമ്പോൾ തള്ളിപ്പറയും. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസം. ഇന്ന് പറഞ്ഞു കേട്ടല്ലോ, ഓരോരുത്തരും പറഞ്ഞത് എന്താണ്? ആകത്തുക എന്താണ് പറഞ്ഞത്? ക്രിസ്തു മാത്രം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഇന്ന് നമുക്ക് ഏറ്റുപറയണം. തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ തള്ളിക്കളഞ്ഞവനല്ല ജീവനുള്ള ക്രിസ്തു. നാം പലപ്പോഴും പാപത്തിലേക്ക് പോയിട്ടുണ്ട്, പലപ്പോഴും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇന്നും നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. സജീവ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ കർത്താവ് വന്ന് നിൽക്കുന്നുണ്ട്. നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല, എന്നാൽ നമ്മുടെ അകമയുള്ള കണ്ണുകൊണ്ട് നാം കാണണം. ക്രിസ്തു എൻ്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം, ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെല്ലാം കാണുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, അത് കാണാൻ കണ്ണ് തുറന്നു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതാണ് എന്ത്? യോഹന്നാൻ അപ്പോസ്തലന് സ്നേഹം, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സ്നേഹം, പത്രോസ്ലീഹായ്ക്ക് സ്നേഹം. പ്രിയപ്പെട്ടവരെ, അന്ന് ആളുകൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ശിഷ്യന്മാർ കൂടിയിരിക്കുന്ന സദസ്സിൽ പത്രോസ് എല്ലാവരും ഉണ്ട്. അവർ കൂടിയിരിക്കുമ്പോൾ പത്രോസ്ലീഹ 2 വാക്ക് പറയാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ പത്രോസ്ലീഹയ്ക്ക് അറിയാം, പത്രോസ്ലീഹയുടെ ഉള്ളിൽ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്നുള്ള ആ തീരാത്തതായ ദുഃഖം. തള്ളിപ്പറഞ്ഞു പോയല്ലോ, ഞാൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും എന്നെ ഓമനിക്കുകയും എന്നെ കൂട്ടിച്ചേർത്ത് നിർത്തുകയും എന്നെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയും സ്വർഗീയ ദർശനങ്ങൾ കാണിക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് സ്വർഗം പറയുന്നത് നേരിട്ട് കേൾക്കുകയും ജീവനുള്ള ദൈവം മനസ്സിലാക്കി കൊടുത്തു. എന്താണ്? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കൃത്യമായി വെളിപ്പാട് കിട്ടി, മനസ്സിലാക്കി കിട്ടി. എന്നാൽ ആ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയെ കൊണ്ട് ആ ഉള്ളിൽ വിങ്ങല്, ഉള്ളിൽ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു എങ്ങലടി, അതാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങി ഇന്ന് ആരെല്ലാം വന്നിട്ടുണ്ട്? മനസ്സ് ആവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് ഇന്ന് ഏങ്ങലടിച്ചുകൊണ്ട് ആരെല്ലാം വന്നിട്ടുണ്ട്? അവരുടെ മുമ്പിലെല്ലാം, അവരുടെ എല്ലാവരുടെയും മുമ്പിൽ യേശു വന്ന് നിൽക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? സത്യമായും ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തിനാണ് ക്രിസ്തു വന്നത്? കർത്താവ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയെ കൊണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇവരിൽ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇവരിൽ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പിന്നെയോ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയിപ്പിക്കുവാൻ. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിനോടുള്ള സ്നേഹം, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ ആത്മമണവാളനായ ക്രിസ്തുവിനോടുള്ള സ്നേഹം. എൻ്റെ യേശു എന്നെ നോക്കി ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. അവിടുന്ന് എന്നെ നോക്കി ഈ എങ്ങലടിക്കാൻ ഒരിക്കലും ഇടവരരുത്. അവിടുത്തെ ഹൃദയം ഒരിക്കലും എന്നെ നോക്കി വിതുമ്പാൻ ഇടവരരുത്. എനിക്കായി കാവൽ മാലാഖമാരെ ആക്കിയിരിക്കുന്ന ആ കാവൽ മാലാഖമാർ എന്നെ നോക്കി ചങ്കത്തടിച്ച് കരയാൻ ഇടവരരുത്. ഞാനൊരു കാര്യം ചിന്തിക്കുമ്പോൾ, അഥവാ ഞാനൊരു വാക്ക് പറയുമ്പോൾ സ്വർഗം എന്നെ സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്നു. ഓർത്തുകൊള്ളണം, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം ആരുടെ എല്ലാം ഉള്ളിൽ കത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു വന്നിട്ടുണ്ട്. ആ യേശു നമ്മെ യഥാസ്ഥാനപ്പെടുത്താനാണ് വന്നത്. ആരെയും കർത്താവ് തള്ളിക്കളയുകയില്ല, ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. ആ യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം. അവൻ നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ആരെല്ലാം അറിയുന്നുണ്ട് സത്യമായി ക്രിസ്തു മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന്? നിങ്ങളിത് സത്യമായി വിശ്വസിക്കണം. എന്നാൽ ജീവനുള്ള ക്രിസ്തു നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. കർത്താവ് തള്ളിക്കളയുന്നില്ല. യോഹന്നാൻ്റെ മകനായി ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് ദൂരവേ അനുഗമിച്ചവനാണെങ്കിലും തള്ളിപ്പറഞ്ഞവനാണെങ്കിലും ദൂരത്ത് നിന്ന് എല്ലാം കണ്ട് പതിയെ മതി എന്നോർത്ത് പതിയെ അനുഗമിച്ച വ്യക്തിയാണെങ്കിലും ആ യേശുക്രിസ്തു ആ പ്രിയപ്പെട്ട പത്രോസ്ലീഹായെ ആ ഏറ്റവും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ആ യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ
അടച്ചുകൊള്ളൂ, പുറമേയുള്ള കണ്ണുകൾ നിങ്ങൾ ഉണർന്നിരുന്നുകൊള്ളൂ. യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ യേശുവിനോടുള്ള സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? ഇനി വേറെ ഒന്നും കർത്താവ് പറയുന്നില്ല. ഇനി ഇനി പാപം ചെയ്യരുത്. ഇതുവരെ പാപത്തിൽ രസിച്ചവരാണോ? ഇതുവരെ പാപത്തിൽ പാപം പിന്നെയും പിന്നെയും ചെയ്ത് ശീലിച്ചവരാണോ? ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും തിരിച്ചെടുത്തവരാണോ? കുളിച്ച പന്നി ചേറ്റിലേക്ക് പോകുന്നത് പോലെ വീണ്ടും ചേറ്റിലേക്ക് പോയവരാണോ? എന്നാൽ യേശു നമ്മുടെ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട്, എൻ്റെ യേശു പിന്നെയും പിന്നെയും ആർദ്രതയോടെ നമ്മുടെ മധ്യത്തിലേക്ക് വന്നുകൊണ്ട്, ആ ആർദ്രതയോടെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ജോണേ, നീ എന്നെ അധികമായി ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, നിന്റെ പാപങ്ങൾ ഓർത്തു വയ്ക്കുന്നവനല്ല, അകൃത്യം ക്ഷമിക്കുന്നവനാണ് ജീവനുള്ള ദൈവം. തൻ്റെ അകൃത്യമെല്ലാം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക്, പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്നവനാണ് ജീവനുള്ള ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് കഴുകാൻ കഴിയാത്തതായ ഒരു പാപവും ചെയ്ത് ആരും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ഉണരൂ പ്രിയപ്പെട്ടവരെ, യേശുവിനെ മാത്രം നിങ്ങൾ കാണൂ, ആ തിരുമുഖത്തേക്ക് മാത്രം നിങ്ങൾ നോക്കൂ, ആ തിരുരക്തം പുരണ്ട ആ കരം നിങ്ങൾ കാണൂ. ഇന്ന് ആ കരം നിങ്ങളുടെ നെറ്റിയിൽ വെക്കാൻ തുടങ്ങുകയാണ്. ആ കരം നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് വെക്കാൻ തുടങ്ങുകയാണ്. ആ കരം നിങ്ങളുടെ ക്യാൻസറുള്ള ഭാഗത്ത് വെക്കാൻ തുടങ്ങുകയാണ്. ആ കരം നിങ്ങളുടെ ബ്ലോക്കുള്ള ഭാഗത്ത് വെക്കാൻ തുടങ്ങുകയാണ്. കർത്താവ് വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇതുവരെ നീ പാപത്തിൽ ജീവിച്ചോ? ഇതുവരെ നീ പാപത്തിൽ രസിച്ച് ജീവിച്ചോ? ഇതുവരെ നീ അരുതാത്ത പല കാര്യങ്ങളും നീ ചെയ്തോ? ഇതുവരെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും വീണ്ടും നീ പാപത്തിലേക്ക് പോയോ? നീ മനഃപൂർവ്വം പാപത്തിലേക്ക് പോയോ? ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. ആകെ സ്നേഹത്തോടെ യേശു അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് മാത്രമേ യേശു ചോദിക്കുന്നുള്ളൂ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തോട് പ്രിയമുണ്ട് എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വന്നിരിക്കുന്നല്ലോ. ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നല്ലോ. തിരുരക്തമ്പുരന്റെ കരം ഞങ്ങളെ കർത്താവെ ചാടി പിടിക്കുവാനിതാ കർത്താവ് അവരോട് നിൽക്കുന്നുവല്ലോ. അവിടുത്തെ അത്ഭുത കരുണ ഇപ്പോൾ ഞങ്ങളുടെ മേൽ ചൊരിയുന്നുവല്ലോ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും മനസ്സലിയണമേ. അവിടുത്തെ അത്ഭുത കരുണ ഇപ്പോൾ പ്രവർത്തിക്കണമേ. ആണിപ്പാടുള്ള കരം ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ വെക്കണമേ. കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്നവരുടെ മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, ഭയം മാറ്റണമേ. സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് പകരണമേ. എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും ഒരു യേശുവിനെ സ്നേഹിപ്പാൻ ഒരു മനസ്സ് കർത്താവേ ഞങ്ങൾക്ക് കൃപയാൽ തരണമേ. ആരെല്ലാം പറയുന്നുണ്ട് ഞാൻ ഇവരിൽ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നു എന്ന്, എല്ലാവരെക്കാളും അധികമായി, എല്ലാറ്റിനേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് തുടങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവിടുത്തെ തിരുവസ്ത്രത്തിന്റെ തൊങ്ങൽ നമ്മുടെ മേൽ ഇപ്പോൾ തൊടുവിക്കുന്നുണ്ട്. ആ തിരുരക്തം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പ്രഭാതം മുതൽ കർത്താവേ, ഈ സമയം വരെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വാദിച്ചുകൊണ്ടിരുന്ന അത്ഭുത സ്നേഹത്തിനായി സ്തുതി. എല്ലാം കരുണയാകിയാൽ സ്തോത്രം. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ ജീവിതം ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. നിങ്ങൾ ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്? പാപത്തോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്? യേശുവിനെ ആരെല്ലാം രക്ഷകനായി സ്വീകരിക്കുന്നുണ്ട്? ആരുടെ എല്ലാം പേര് ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമെന്ന് കൊതിയോടെ ആരെല്ലാം ഇരിക്കുന്നുണ്ട്? പറഞ്ഞു തരാം പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാവരും ഉണർന്നിരിക്കൂ. ദൈവമക്കൾ ഒരുമിച്ച് കൈകോർത്തിരുന്നുകൊണ്ട് കർത്താവേ കരുണ ചെയ്യണമേ. അനേകരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ. ശാപങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ മാറ്റണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. പറഞ്ഞു തരാം. പിശാചിനോടിതാ യാത്ര പറയുന്നു. തീരുമാനമുള്ളവർ ഉറക്കെ പറഞ്ഞോളൂ. കണ്ണുകൾ അടച്ചുകൊണ്ട് തീരുമാനമുള്ളവർ ഉറക്കെ പറഞ്ഞോളൂ. സാത്താനോട് യാത്ര പറയുന്നു. സാത്താനോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. എന്റെ യേശുവേ, എന്നോട് മനസ്സലിയണമേ. എന്നോട് കരുണ തോന്നണമേ. എനിക്കിനി ക്രിസ്തുവിന്റെ ദാസനായി ജീവിച്ചാൽ മതി. എനിക്കിനി പാപം വേണ്ട. എന്റെ കർത്താവേ, എന്നോട് മനസ്സലിയണമേ. ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ
എനിക്ക് കഴുകിത്തരണമേ. യേശുവിനെ എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി ഞാനിതാ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ആരെല്ലാം ആ തീരുമാനമെടുത്തു? പ്രിയപ്പെട്ടവരെ, അവരുടെ കരം കണ്ണടച്ചിരുന്നുള്ളൂ, അവരുടെ കരം ഉയർത്തിപ്പിടിച്ചോളൂ. കർത്താവിന്റെ തിരുരക്തം അവരുടെ കരം ഇപ്പോൾ ഒന്ന് പിടിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവേ, അങ്ങനെ തീരുമാനമെടുത്തവരുടെ മേൽ ഇപ്പോൾ ആണിപ്പാടുള്ള കരം തൊടുവിക്കണമേ. തിരുരക്തം പുരട്ടണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. അവരുടെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിക്കണമേ. കർത്താവേ, ശാപങ്ങൾ മാറ്റണമേ. പുതിയ ഹൃദയം അവർക്ക് കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമീൻ. കരങ്ങളെ താഴ്ത്തിയിടൂ.